ആയിക്കോട്ടെ മോളെ, എന്നോട് പറയാതെ ഈ പോയി ഇച്ചിരി എനിക്കൊരു ബേജാറൊന്നുമില്ല. ഈ പോണേ ഞാൻ കാണുന്നുണ്ടല്ലോ, അത് മതി. ഞാനൊരു വയസ്സായ തള്ള ഇവിടെ കുത്തിരിക്കുന്നുണ്ട്. ഉമ്മ ഞാൻ പോകാനിട്ട പുരയിലേക്ക് മക്കളെയും കൂട്ടി പോകുമ്പോൾ എന്നോട് പറയാൻ വന്നാൽ മക്കളെ പിടിച്ച് വലിച്ച് കൊണ്ടുപോവുകയാണ്. എന്ത് പറയാനാണ്? ഞാൻ എന്നോട് ഒരു തരത്തിലും ഒരു വെറുപ്പും ഞാൻ കാണിച്ചിട്ടില്ല. ഞാനിവിടെ എങ്ങനെ ഇരിക്കണം, എനിക്ക് വെക്കാനും വയ്യ തിന്നാനും വയ്യ ആവതില്ല. എൻ്റെ കുളിയും മരുന്ന് തീർന്നിട്ട് എത്ര ദിവസമായി എന്നോട് പറയണത്. എനിക്ക് പൈസ അയച്ചു തന്നിട്ടു എനിക്ക് ആ കുളിയും മരുന്ന് വാങ്ങി തരാൻ നേരമില്ല. ഞാൻ ഓനോട് പറഞ്ഞ് എനിക്കുള്ള പൈസ എൻ്റെ പേരിലും കൂടി തന്നേക്ക് മോനെ, ആരെങ്കിലും മരുന്ന് വാങ്ങി തരുമെന്ന്. അതിനും കൂടി എനിക്ക് ഒഴിവില്ല. ഞാനിപ്പോൾ എന്തൊക്കെ പറഞ്ഞു മോളെ, ഈ എന്താണ് ഒന്നും മറുപടി പറയാത്തത്? അന്നെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് വേറെ മക്കളില്ല തള്ളയെ, അവിടേക്ക് പൊയ്ക്കൂടെ? ഇന്നെ ഇടങ്ങാറാക്കാൻ ഇവിടെ തന്നെ നിൽക്കണോ എന്നാണ് എൻ്റെ ചോദ്യം. എൻ്റെ ആ നോട്ടും അതെനിക്ക് മനസ്സിലാകായിട്ടല്ല മോളെ. എന്ത് ചെയ്യൂ, ഒന്നും ഒരു പിടുത്തല്ല. കുളിയും മരുന്ന് തീർന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിയ തീർന്ന് മരുന്ന് തീർന്നേന്ന് മക്കളോട് എല്ലാവരോടും എണ്ണി ഞാൻ പറയൂ. തന്നെ തീർന്നോ? നിങ്ങളെന്താ കുളിയ എന്താ വാരി തിന്നുകയാണോ ഇത്ര വേഗം തീർക്കാൻ? കഴിഞ്ഞ ആഴ്ച അല്ലേ നിങ്ങൾക്ക് വാങ്ങിയത്, അത് തീർന്നു പോയോ? ഈ ആഴ്ച ഇനിയിപ്പോൾ എന്ത് വാങ്ങാനാണ്? അടക്കട്ടെ, അടുത്ത ആഴ്ച കുടിക്കുക. കുളിയ കുടിച്ചാലും കുടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക്. ഇതാണ് മക്കളായ മക്കൾ പറയുന്നത്. ഇതൊക്കെ കണ്ടും കേട്ടും സഹിച്ചും ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്. ഒരുപാട് ബാപ്പന്മാരും ഒരുപാട് ഉമ്മമാരും ഉണ്ട് മക്കളെ ദുനിയാവിൽ. സഹിക്കാൻ വയ്യ. ബാപ്പാരുണ്ടായി കഴിഞ്ഞാലേ അവനാൻ്റെ ഭർത്താക്കന്മാർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊന്നും നോക്കണ്ട. എന്തായാലും കുളിയ തീർന്നോ? കുളിയ കുടിക്കുമ്പോൾ ചോദിക്കൂ, എൻ്റെ കുളിയ നാളത്തേക്ക് ഉണ്ടോ? തീർന്നോ? നാളെ വാങ്ങട്ടോ? ആ ഒരു വർത്താനൊക്കെ ഉണ്ടല്ലോ, ആലോചിക്കാൻ വയ്യ മക്കളെ. വിഷമിച്ച് ഇരുന്ന് പോവുക ഞാൻ. ഒന്നും നോക്കിയിട്ട് കാര്യമില്ല മക്കളെ. വയസ്സായി കഴിഞ്ഞാൽ ആർക്കും വേണ്ട, എല്ലാവരും തട്ടി കളിക്കും. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിക്കുന്നത്. ഗുളികയില്ലാഞ്ഞാലും മരുന്നില്ലാഞ്ഞാലും പറയാനും പറ്റില്ല. ഓല കാര്യങ്ങളൊക്കെ ഓല് നടത്തുന്നുണ്ട്. ഗുളികക്ക് ഗുളിക, ഓല മക്കളെ കാണിക്കാനാണെങ്കിലും പെണ്ണുങ്ങളെ കാണിക്കാനാണെങ്കിലും ഓലിക്ക് കാണിക്കാനാണെങ്കിലും. പഠിച്ചോനെ, എൻ്റെ മക്കൾക്കും എൻ്റെ വേറെക്കുട്ടികൾക്കും കുടുംബത്തിനൊന്നും സൂക്കേടും കാര്യങ്ങളില്ല എന്നോട്ടെ, എന്നാലും അതിനൊക്കെ ഓല് പോകാനും മുന്നിലിറങ്ങും. എനിക്കൊന്ന് ഗുളിക വാങ്ങണമെന്നോ ഒന്ന് പോകണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഗുളിക വാരി തിന്ന് കഴിഞ്ഞോ? ഇത്ര വേഗം കൊണ്ട് തീർന്നല്ലോ. ആരെങ്കിലും തിന്നോ മക്കളെ? ഗുളികയും മരുന്നൊക്കെ വാരിയിട്ട് ആവശ്യത്തിനല്ലേ തിന്നുള്ളൂ. ഒരു ഗുളിക കുടിച്ചാൽ തന്നെ പള്ളൻ്റെ ഉള്ളിൽ നിന്നും കാളും. അങ്ങനത്തത് മക്കളെ ചോദ്യം, വാരി തിന്ന് കഴിഞ്ഞോ ഗുളികന്ന്. അപ്പം അടുത്തല്ല വാങ്ങിയത്, ഓർക്ക് ഞമ്മക്ക് വാങ്ങണതേ വല്ലാതെ അടുത്തായിട്ട് തോന്നും. കുറേ നേരം പെയ്യിട്ട് തോന്നൂല. അതാണ്. എന്ത് പറയാനാണ്? ഓല മക്കളെയും ഭാര്യമാരെയും കൊണ്ടേ കാണിച്ചാൽ ഗുളിക കുടിച്ചിനാ മരുന്ന് കുടിച്ചിനാ ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കും. എന്തറിയാനാ? എല്ലാം വിധി എൻ്റെ മക്കളെ. എന്തായാലും എറുമ്പൊന്നല്ലോ തിരിപ്പിച്ചാകാനേ.